لساني يفقهوا قولي. ربنا زدنا علما نافعا رزقا طيبا وعملا متقبلا آمين يا رب العالمين. اللهم صل على മുഹമ്മദ് وعلى آل മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ഇനി എടുക്കാനുള്ള ഭാഗം ഇൻഷാ അല്ലാഹ് സൂറത്തുൽ അൻഫാല് 1 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ ആറാഫിലായിരുന്നു. സൂറത്തുൽ ആറാഫില് 202 ആയത്ത് വരെയായിരുന്നു നമ്മൾ എടുത്തു വെച്ചത് അല്ലെ. സൂറത്തുൽ ആറാഫ് കഴിഞ്ഞ് 206 ആയത്ത് വരെയായിരുന്നു എടുത്തു വെച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയുള്ളത് സൂറത്തുൽ അൻഫാലാണ്. അൻഫാൽ എന്ന് പറയുന്നത് യുദ്ധമുതലിനെ കുറിച്ച് പറയുന്ന സൂറത്താണ്. ഓക്കെ, യുദ്ധമുതലിനെ കുറിച്ച് പറയുമ്പം യുദ്ധത്തില് നമുക്ക് വേണ്ടുന്നത്, ഏറ്റവും അധികം വേണ്ട എന്താണ്? ക്ഷമയാണ്. ആ ക്ഷമയെ കുറിച്ചായിരുന്നു കഴിഞ്ഞ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിജയം ലഭിക്കുന്നത് ഈമാനും അതുപോലെ തന്നെ അനുസരണയും കൂടിയിട്ടാണ്. അനുസരണയുള്ളവർക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ? അവർക്ക് മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ എന്നാണ്. അതായത് അനുസരണയോട് കൂടിയിട്ട് നമ്മളൊരു ഒരു ഒരു ഉമ്മത്തിന്റെ കൂടെ, അതായത് ഒരു കൂട്ടായ്മയുടെ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ അതൊരു വിജയമായിട്ട് മാറുള്ളൂ. ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് വിജയിക്കുന്നതിനേക്കാളും ഏറ്റവും അനുഗ്രഹീതമാണ് ഒരു കൂട്ടായ്മയായിട്ട് നിന്നിട്ട് വിജയിക്കുന്നത്. ഒറ്റയ്ക്ക് വിജയിക്കുമ്പം അവൻക്ക് എത്തിപ്പിടിക്കാവുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ അവന്റെ ചുറ്റും അവന് കാണുന്ന ഒരു ലോകം മാത്രമാണ്. എന്നാൽ ഒരു കൂട്ടായ്മയുടെ കൂടെ നിന്നിട്ട് വിജയിക്കുമ്പം അവൻക്ക് കിട്ടുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ആ കൂട്ടായ്മയുടെ ഭാഗമാണ്. അത് മാത്രമല്ല, അവരുടെ എല്ലാവരുടെയും ലോകം മുഴുവനും അവർക്ക് ഒരുമിച്ച് വിജയിച്ചെടുക്കാൻ കഴിയും. ഓക്കെ, സമ്പത്തും ശക്തി എന്ന് പറയുന്നത് പരീക്ഷണം മാത്രമാണ്. അതുപോലെ തന്നെ ഐക്യപ്പെടലാണ് വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം. ഐക്യത്തോട് കൂടിയിട്ട് നിൽക്കുന്നതാണ്. ഒരു കുടുംബത്തിൽ തന്നെ ഐക്യത്തോട് നിൽക്കുന്ന ഒരു കുടുംബവും ഐക്യമില്ലാതെ നിൽക്കുന്ന ഒരു കുടുംബവും തമ്മിലുള്ള വ്യത്യാസം, അവരില് വിജയം ഉണ്ടാവില്ല. ഐക്യമില്ലാത്ത കുടുംബത്തിന് വിജയം ഉണ്ടാവില്ല. ഐക്യത്തിൽ നിൽക്കുന്ന കുടുംബത്തെയാണ് നമ്മളും എപ്പോഴും കാണാറുള്ളത്. അവരുടെ സന്തോഷങ്ങളും സംതൃപ്തിയും ഒക്കെ കാണുന്നത് ഒരുമിച്ച് നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ഖുർആന് കേൾക്കല് എന്താണ്? നമുക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി തീർക്കുമെന്നുള്ളത്. നമ്മളൊക്കെ ഹൃദയത്തില് മാറ്റം ഉണ്ടാക്കാൻ ഖുർആന് കേൾക്കുന്നതോട് കൂടിയിട്ട് കഴിയുമെന്നുള്ളതാണ്. അള്ളാഹുവിലാണ് എല്ലാവരും ആശ്രയിക്കേണ്ടത്. അവനിലേക്കാണ് എല്ലാവരും മടങ്ങേണ്ടത്. അവനാണ് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നത് എന്നുള്ളത് കൂടി പഠിപ്പിച്ചിട്ടാണ് അത് ഈ സൂറത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഭാഗം നിർത്തുന്നത്. ഓക്കെ, ഇതില് ഈ സൂറത്തില് 75 ആയത്തുകളാണുള്ളത്. അതിൽ നമ്മള് 40 ആയത്ത് വരെയാണ് എടുക്കുക. അൻഫാൽ എന്ന വാക്ക് തന്നെ ഖനീമത്ത് മുതലുകൾക്കാണ് പറയുന്നത്. പണ്ട് കാലത്ത് ഖനീമത്ത് മുതലുകള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് മുമ്പ് ഖനീമത്ത് മുതലുകള് അതായത് യുദ്ധത്തില് മുതല് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും മനുഷ്യന് ഉപയോഗിക്കാൻ പാടുള്ളതായിരുന്നില്ല. ആ യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന മുതലുകൾ മുഴുവനും കൂട്ടിയിടുകയും എന്നിട്ട് ആകാശത്ത് നിന്ന് ഒരു തീ ജ്വാല അതിലേക്ക് വരികയും അത് കത്തിച്ചു കളയുകയാണ് ചെയ്യുക. അതായത് അത് യുദ്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട് സ്വീകരിച്ചു എന്നതിന്റെ അടയാളം കൂടിയായിട്ടായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നത്. അവര് അത് എല്ലാ യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ മുതലുകളും ഒരുമിച്ച് ഇടുകയും എന്നിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് ദുആ ചെയ്യുകയും ആകാശത്ത് നിന്ന് ഒരു തീജ്വാല വന്നിട്ട് അതിനെ കത്തിച്ചെടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം അവര് മനസ്സിലാക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചു എന്നുള്ളത്. അങ്ങനെയായിരുന്നു അത് നടന്നിരുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉമ്മത്തിനുമാണ് യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന മുതലുകൾ സ്വീകരിക്കാനുള്ള അനുവാദം കൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈ നബിക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അനുവദിച്ചു തന്നിട്ടുള്ളൂ. ഈ ഉമ്മത്തിന് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അനുവദിച്ചു തന്നിട്ടുള്ളൂ. കാരണം ഈ ഉമ്മത്ത് എന്താണ്? ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഇല്ലാതെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർക്കത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അനുഗ്രഹമായിക്കൊണ്ട് അവർക്കത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അത് മുൻപുള്ള ഒരു സമൂഹത്തിന് അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബദ്ർ യുദ്ധത്തിലെ ഗനീമത്ത് മുതലുകൾ ഭാഗിക്കുന്ന അവസരത്തില് അവർക്ക് അതായത് ബദറിലെ യുദ്ധത്തിൽ ഗനീമത്ത് മുതലുകൾ ഭാഗിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ പ്രായമായവരും അതുപോലെ തന്നെ യുവാക്കളും ഉണ്ടായിരുന്നു.
അപ്പം അവർക്ക് വയസ്സ് ചെന്നവരുടെ അവർക്കും ബുദലിന് ആവശ്യമുണ്ടല്ലോ. അപ്പം അവര് തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ സമയത്താണ് ഈ ഒരു സൂറത്ത് ഇറങ്ങിയത് എന്നാണ് പറയുന്നത്. ഓക്കെ. അതായത് യുദ്ധത്തില് ഈ ആരൊക്കെ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്തോ അവർക്കുള്ള മുതലുകൾ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാഗിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഓക്കെ. അതായത് എന്താന്ന് വെച്ചാല് അവിടെ ഈ യുദ്ധത്തിന്റെ സമയത്ത് പ്രായമായ ആളുകൾക്ക് യുദ്ധം നേരിട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ അവര് പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട്, അതായത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടും അതുപോലെ തന്നെ കൊടികള് നാട്ടാനും ഒക്കെ ആയിട്ടായിരുന്നു പ്രായമുള്ളവരൊക്കെ നിയന്ത്രിച്ചിരുന്നത്. വയസ്സായ ആളുകൾ, പ്രായമായ ആളുകളെ അതിന് വെക്കുകയും ചെറുപ്പക്കാരായ ആളുകളെ കൊണ്ട് ആളുകളായിരുന്നു യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നത്. അപ്പം അവർക്ക് ഈ യുദ്ധം മുതൽ കൊടുക്കുന്നതിന് കുറവ് വരുത്തണം എന്ന് പറഞ്ഞിട്ട് യുവാക്കൾക്കിടയിൽ ഒരു സംസാരം ഉണ്ടാകുകയും അങ്ങനെ അപ്പം പ്രായമായവർ പറഞ്ഞു, ഞങ്ങളൊക്കെ എന്തായി, ഞങ്ങൾക്ക് പ്രായമായി സംഭവിച്ചു, അതുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ ആക്കി, ഞങ്ങൾക്ക് അതുകൊണ്ടാണോ ഇങ്ങനെ കുറച്ച് തരുന്നത്, ഞങ്ങൾക്കും എന്ത് തരണം, നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും തരണം എന്ന് പറഞ്ഞപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച ഈ സൂറത്താണ് ഈ ഒരു സൂറത്ത് എന്നാണ് പറയുന്നത്. അതായത് ഇബ്നു വഖാസ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു ആസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കൊലപ്പെടുത്തി. അപ്പൊ കൊലപ്പെടുത്തി കഴിഞ്ഞപ്പം അവന്റെ വാളുണ്ടായിരുന്നു. ഈ പണ്ട് കാലങ്ങളിൽ ഓരോരോ ആളുകളുടെ വാളുകളൊക്കെ ഭയങ്കരമായിട്ട് കുത്തുപണികൾ ചെയ്തതും അതില് പവിഴങ്ങൾ പിടിപ്പിച്ചതൊക്കെ ആയ വലിയ വലിയ നല്ല വില കൂടിയ വസ്തുക്കളായിരിക്കും. അവരെ പിന്നെ ഓരോ ആളുകളെ അവരുടെ ഐഡന്റിറ്റി ആയിരിക്കും ഓരോ ഓരോ ഈ വാളും പരിചയമൊക്കെ. അപ്പം അത് ഈ ആരാണോ കൊലപ്പെടുത്തിയത് അയാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പം ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാൻ വിസമ്മതിച്ചു. കാരണം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എല്ലാ മുതലുകളും. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അത് വീതിച്ചു കൊടുക്കാനുള്ള അവകാശം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആര് കൊന്നു എന്ന് നോക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പിന്നെ അപ്പം ആയത്ത് അവതരിച്ചു. ഈ ആയത്ത് അവതരിക്കുകയും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് തന്നെ ആ വാള് കൊടുക്കുകയും ചെയ്തു എന്നാണ്. ഓക്കെ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എല്ലാ കാര്യങ്ങൾക്കുള്ള അധികാരം എന്നുള്ളതാണ് ഈ ഇതിലൂടെ പറയുന്നത്. ഓക്കെ. അപ്പൊ അത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയും അങ്ങനെ സ്വന്തം നഫ്സിന്റെ തൃപ്തി പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വാള് അദ്ദേഹത്തിന് തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. എന്നാല് അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താന്ന് വെച്ചാല് അത് എനിക്കും തനിക്കും അവകാശപ്പെട്ടതായിരുന്നില്ല എന്ന്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലായിരുന്നു ഇതിന്റെ ഈ കേസ് വരുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും, അതിൽ പങ്കെടുത്ത എല്ലാവർക്കും അതിന് അവകാശമുണ്ട് അല്ലെ. ആ ഒരു വാളിന് എല്ലാവർക്കും അവകാശമുണ്ട്. പ്രായമായ ആളുകളും ഒക്കെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിന്റെ അവകാശം മുതൽ കിട്ടണമായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തമായിട്ട് എനിക്ക് അതിന്റെ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് കൊണ്ട് ഞാന് ഇതാ നിനക്ക് ഇപ്പൊ തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൊടുക്കുന്നത്. അതായത് നമുക്ക് സ്വന്തം നഫ്സ് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും, നമുക്ക് തൃപ്തി ഉണ്ടാവും, ഇന്നത് ചെയ്യണം എന്നൊക്കെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് എന്താണോ അത് ചെയ്യാൻ നമുക്ക് അനുവാദമുള്ളൂ. അത് നമ്മുടെ സ്വത്ത് മുതൽ ഭാഗിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും. ഇന്നയാൾക്ക് ഇന്നത് കൊടുക്കണം, ഇന്നയാൾക്ക് ഇന്നത് കൊടുക്കണം, ഇന്നയാൾക്ക് ഇത്ര കൊടുക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു കൽപ്പന ഉണ്ടല്ലോ, ഇത്ര ശതമാനം നീ നിന്റെ ഭർത്താവിന് കൊടുക്കുക, ഇത്ര ശതമാനം നീ നിന്റെ മക്കൾക്ക് കൊടുക്കുക, ഇത്ര ശതമാനം നീ നിന്റെ പിന്നെ മാതാപിതാക്കൾക്ക് കൊടുക്കുക എന്നുള്ളത്. അത് അങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൂടിയാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം നഫ്സ് അനുസരിച്ച് നിങ്ങൾ വീതിച്ചോളൂ എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ എന്തുള്ളൂ, നമുക്ക് നമ്മുടെ നഫ്സിന് തൃപ്തിപ്പെട്ട രീതിയിൽ അത് വീതിച്ചു കൊടുക്കാനുള്ള അവകാശമുള്ളൂ. ഇവിടെ യുദ്ധം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവദിച്ചു കൊടുത്തത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഫ്സ് അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വീതിച്ചു എന്നുള്ളതാണ്. ഓക്കെ. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ക്ലാസ്സിലേക്ക് പോവുകയാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അൽഹംദുലില്ലാ. കേൾക്കാത്ത സമയമാകുമ്പോ നിങ്ങളൊന്ന് പറയണം കേട്ടോ.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. നബിയെ, നിന്നോട് അവർ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കളെ പറ്റി ചോദിക്കുന്നു. പറയുക, യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ അള്ളാഹുവിനും അവന്റെ റസൂലിനും ഉള്ളതാകുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കി തീർക്കുകയും ചെയ്യുക. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. അള്ളാഹുവെ പറ്റി പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങുകയും അവന്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കുകയും തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ വരമേൽപ്പിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ. നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവർ അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. അവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ പല പദവികളുമുണ്ട്. പാപമോചനവും ഉദാരമായ ഉപജീവനവുമുണ്ട്. വിശ്വാസികളിൽ ഒരു വിഭാഗം ഇഷ്ടമില്ലാത്തവരായിരിക്കെ തന്നെ നിന്റെ വീട്ടിൽ നിന്ന് ന്യായമായ കാര്യത്തിന് നിന്റെ രക്ഷിതാവ് നിന്നെ പുറത്തിറക്കിയത് പോലെയാണിത്. ന്യായമായ കാര്യത്തിൽ അത് വ്യക്തമായതിനു ശേഷം അവർ നിന്നോട് തർക്കിക്കുകയായിരുന്നു. അവർ നോക്കിക്കൊണ്ടിരിക്കെ മരണത്തിലേക്ക് അവർ നയിക്കപ്പെടുന്നത് പോലെ. രണ്ട് സംഘങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് അധീനമാകുമെന്നും അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്ന സന്ദർഭം ഓർക്കുക. ആയുധബലമില്ലാത്ത സംഘം നിങ്ങൾക്ക് അധീനമാകണമെന്നായിരുന്നു നിങ്ങൾ കൊതിച്ചിരുന്നത്. അള്ളാഹു ആകട്ടെ തന്റെ കൽപ്പനകൾ മുഖേന സത്യം പുലർത്തി കാണുവാനും സത്യനിഷേധികളുടെ മുരട് മുറിച്ചു കളയുവാനുമാണ് ഉദ്ദേശിച്ചത്. സത്യത്തെ സത്യമായി പുലർത്തേണ്ടതിനും അസത്യത്തെ ഫലശൂന്യമായി തീർക്കേണ്ടതിനും അത്രേ അത് ദുഷ്ടന്മാർക്ക് അതെത്ര അനിഷ്ടകരമായിരുന്നാലും ശരി. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിയിരുന്ന സന്ദർഭം ഓർക്കുക. തുടരെയുള്ള 1000 മലക്കുകളെ അയച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സഹായം നൽകുന്നതാണ് എന്ന് അപ്പോൾ നിങ്ങൾക്ക് മറുപടി നൽകി. ഒരു സന്തോഷ വാർത്തയായിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടി മാത്രമാണ് അള്ളാഹു അത് ഏർപ്പെടുത്തിയത്. അള്ളാഹുങ്കിൽ നിന്നല്ലാതെ യാതൊരു സഹായവുമില്ല. തീർച്ചയായും അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. അള്ളാഹു തന്റെ പക്കൽ നിന്നുള്ള മനഃശാന്തിയുമായി നിങ്ങളെ നിദ്രാമയക്കം കൊണ്ട് ആവരണം ചെയ്തിരുന്ന സന്ദർഭം ഓർക്കുക. നിങ്ങളെ ശുദ്ധീകരിക്കുന്നതിനും നിങ്ങളിൽ നിന്ന് പിശാചിന്റെ ദുർബോധനം നീക്കിക്കളയുന്നതിനും നിങ്ങളുടെ മനസ്സുകൾക്ക് കെട്ടുറപ്പ് നൽകുന്നതിനും പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടി അവൻ നിങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിരുന്ന സന്ദർഭം ഓർക്കുക. നിങ്ങളുടെ രക്ഷിതാവ് മലക്കുകൾക്ക് ബോധനം നൽകിയിരുന്ന സന്ദർഭം ഓർക്കുക. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അതിനാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക. സത്യനിഷേധികളുടെ മനസ്സുകളിൽ ഞാൻ ഭയം വിട്ടുകൊടുക്കുന്നതാണ്. അതിനാൽ കഴുത്തുകൾക്ക് മീതെ നിങ്ങൾ വെട്ടിക്കൊള്ളുക. അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യുക. അവർ അള്ളാഹുവോടും അവന്റെ ദൂതനോടും എതിർക്കുന്നതിന്റെ ഫലമത്രേ അത്. വല്ലവനും അള്ളാഹുയും അവന്റെ ദൂതനെയും എതിർക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. സത്യനിഷേധികൾക്ക് തന്നെയാണ് നരകശിക്ഷ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. സത്യവിശ്വാസികളെ, സത്യനിഷേധികൾ പടയണിയായി വരുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവരിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടരുത്. യുദ്ധതന്ത്രത്തിനായി സ്ഥാനം മാറുന്നതിനോ സ്വന്തം സംഘത്തോടൊപ്പം ചേരുന്നതിനോ അല്ലാതെ അന്ന് അവരിൽ നിന്ന് ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് വല്ലവനും പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അവൻ അല്ലാഹുവിൽ നിന്നുള്ള കോപത്തിന് പാത്രമായിരിക്കുന്നതും അവന്റെ സങ്കേതം നരകമായിരിക്കുന്നതുമാണ്. ചെന്നു ചേരാൻ കൊള്ളരുതാത്ത സ്ഥലമത്രേ അത്. എന്നാൽ നിങ്ങൾ അവരെ കൊലപ്പെടുത്തിയിട്ടില്ല, പക്ഷെ അള്ളാഹുവാണ് അവരെ കൊലപ്പെടുത്തിയത്. നബിയെ, നീ എറിഞ്ഞ സമയത്ത് നീ എറിഞ്ഞിട്ടുമില്ല, പക്ഷെ അള്ളാഹുവാണ് എറിഞ്ഞത്. തന്റെ ഭാഗത്ത് നിന്നുള്ള ഗുണകരമായ ഒരു പരീക്ഷണത്തിലൂടെ അള്ളാഹു സത്യവിശ്വാസികളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി എത്രേ അത്. തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നതിനും അറിയുന്നതിനുമാണ്. അതാണ് കാര്യം. സത്യനിഷേധികളുടെ തന്ത്രത്തെ അള്ളാഹു ബലഹീനമാക്കുക തന്നെ ചെയ്യുന്നതാണ്. സത്യനിഷേധികളെ, നിങ്ങൾ വിജയമായിരുന്നു നീ തേടിയിരുന്നെങ്കിൽ ആ വിജയം ഇതാ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിരമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിലോ നാമം ആവർത്തിക്കുന്നതാണ്. നിങ്ങളുടെ സംഘം എത്ര കണ്ണ കൂടുതലാണെങ്കിലും അത് നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. അള്ളാഹു സത്യവിശ്വാസികളുടെ കൂടെ തന്നെയുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുയും അവന്റെ ദൂതനെയും റസൂലിനെയും അനുസരിക്കുക. സത്യവിശ്വാസം കേട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ അദ്ദേഹത്തെ തിരിഞ്ഞു കളയരുത്. നിങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറയുകയും അതൊന്നും കേൾക്കാതിരിക്കുകയും ചെയ്തവരെ പോലെ നിങ്ങൾ ആകരുത്. തീർച്ചയായും ജന്തുക്കളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായവർ ചിന്തിച്ചു മനസ്സിലാക്കാത്ത ഊമകളും ബധിരരുമാകുന്നു. അവരിൽ വല്ല നന്മയും ഉള്ളതായി അള്ളാഹു അറിഞ്ഞിരുന്നുവെങ്കിൽ അവരെ അവൻ കേൾപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു. അവരെ അവൻ കേൾപ്പിച്ചിരുന്നെങ്കിൽ തന്നെ അവർ അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുമായിരുന്നു. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ വിളിക്കപ്പെടുമ്പോൾ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ റസൂലിനും ഉത്തരം നൽകുക. മനുഷ്യനും അവന്റെ മനസ്സിനും ഇടയിൽ അള്ളാഹു മറയിടുന്നതാണെന്നും അവങ്കിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഒരു പരീക്ഷണം ശിക്ഷ വരുന്നത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അത് ബാധിക്കുന്നത് നിങ്ങളിൽ നിന്നുള്ള അക്രമികൾക്ക് പ്രത്യേകമായിട്ടാവുകയില്ല. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങൾ ഭൂമിയിൽ ബലഹീനരായി ഗണിക്കപ്പെട്ടിരുന്ന കുറച്ചു പേർ മാത്രമായിരുന്ന സന്ദർഭം നിങ്ങൾ ഓർക്കുക. ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുത്ത് കളയുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. എന്നിട്ട് അവൻ നിങ്ങൾക്ക് ആശ്രയം നൽകുകയും അവന്റെ സഹായം കൊണ്ട് നിങ്ങൾക്ക് പിൻബലം നൽകുകയും വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തു. നിങ്ങൾ നന്ദിയുള്ളവരായി തീരുവാൻ വേണ്ടി. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവോടും റസൂലിനോടും വഞ്ചന കാണിക്കരുത്. നിങ്ങൾ കേൾപ്പിക്കപ്പെട്ട കാര്യത്തിൽ അറിഞ്ഞുകൊണ്ട് വഞ്ചന കാണിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണമാണെന്ന് അള്ളാഹുവിലാണ് മഹത്തായ പ്രതിഫലമുള്ളതെന്നും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. സത്യവിശ്വാസികളെ,
നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്യവും അസത്യവും അറിയാനുള്ള കഴിവ് അവൻ ഉണ്ടാക്കി തരികയും അവൻ നിങ്ങളുടെ തിന്മകൾ മായ്ച്ചു കളയുകയും നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാകുന്നു. നിന്നെ ബന്ധനസ്ഥനാക്കുകയോ കൊല്ലുകയോ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാൻ വേണ്ടി നിനക്കെതിരായി സത്യനിഷേധികൾ പ്രയോഗിച്ചിരുന്ന സന്ദർഭം ഓർക്കുക. അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു. എന്നാൽ അള്ളാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ മെച്ചപ്പെട്ടവൻ. നമ്മുടെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അവർ പറയും, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ ഇത് ഖുർആൻ പോലെ ഞങ്ങൾക്കും പറയുമായിരുന്നു. ഇത് പൂർവികന്മാരുടെ പഴങ്കഥയല്ലാതെ മറ്റൊന്നുമല്ല. അള്ളാഹുവെ, ഇത് നിന്റെ പക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ നീ ഞങ്ങളുടെ മേൽ ആകാശത്തിന് കല്ലേറ വർഷിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ടുവരികയോ ചെയ്യുക എന്ന് അവർ അവിശ്വാസികൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്നാൽ നീ അവർക്കിടയിൽ ഉണ്ടായിരിക്കെ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോഴും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കാൻ എന്താണ് അർഹതയുള്ളത്? അവരാകട്ടെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ആളുകളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരാണെങ്കിൽ അവന്റെ രക്ഷാധികാരികളല്ല താനും. ഭയഭക്തിയുള്ളവരല്ലാതെ അതിന്റെ രക്ഷാധികാരികളാകുന്നതല്ല. പക്ഷെ അവരിൽ അധിക പേരും കാര്യം മനസ്സിലാക്കുന്നില്ല. ആ ഭവനത്തിന്റെ കാബത്തിന്റെ അടുക്കൽ അവർ നടത്തുന്ന പ്രാർത്ഥന ചൂളം വിളിയും കൈകൊട്ടലുമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. അതിനാൽ നിങ്ങൾ സത്യനിഷേധം കൈക്കൊണ്ടിരുന്ന നിമിത്ത ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. തീർച്ചയായും സത്യനിഷേധികൾ തങ്ങളുടെ സ്വത്തുക്കൾ ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയത്രേ. അവർ അത് ചെലവഴിക്കും. പിന്നീട് അത് അവർക്ക് ഖേദത്തിന് കാരണമായി തീരും. അനന്തരം അവർ കീഴടക്കപ്പെടുകയും ചെയ്യും. സത്യനിഷേധികൾ നരകത്തിലേക്ക് വിളിച്ചു കൂട്ടുന്നതാണ്. അള്ളാഹു നല്ലതിൽ നിന്ന് ചീത്തയെ വേർതിരിച്ചെടുക്കാനും ചീത്തയെ ഒന്നിനുമേൽ മറ്റൊന്നായി ഒന്നിച്ചു കൂമ്പാരമാക്കി നരകത്തിലിടാനും വേണ്ടിയത്രേ അത്. അക്കൂട്ടർ തന്നെയാണ് നഷ്ടം പറ്റിയവർ. സത്യനിഷേധികളോട് അവർ വിരമിക്കുകയാണെങ്കിൽ അവർ മുമ്പ് ചെയ്തു പോയിട്ടുള്ളത് അവർക്ക് പുറത്തു കൊടുക്കപ്പെടുന്നതാണ് എന്ന് നീ പറയുക. ഇനി അവർ നിഷേധത്തിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ പൂർവികന്മാരുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ നടപടി നടന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ. കുഴപ്പമില്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഇനി അവർ വിരമിക്കുന്ന പക്ഷം അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാണ്. എന്നാൽ അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷാധികാരി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എത്രയോ നല്ല രക്ഷാധികാരി, എത്രയോ നല്ല സഹായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. യുദ്ധത്തിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. യുദ്ധത്തിലെ നമുക്ക് നേടിയെടുക്കേണ്ട അനുഗ്രഹങ്ങളെ കുറിച്ച് കൂടിയാണ്. അതായത് നമ്മുടെ ജീവിതത്തില് നമുക്ക് അനുഗ്രഹങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ ഒരിക്കലും ആ അനുഗ്രഹങ്ങളുടെ വ്യാപ്തി അറിയുന്നില്ല. അള്ളാഹു ആണ് അത് നേടിത്തരുന്നത് എന്നുള്ളത് ഇവിടെ പഠിപ്പിക്കുകയാണ്. കാരണം യുദ്ധത്തില് അവര് പങ്കെടുത്തു, യുദ്ധത്തില് വിജയിച്ചു എന്ന് അവർ സ്വയം അഭിമാനം കൊള്ളുകയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് അത് അള്ളാഹു ആണ് നടത്തി തന്നത്. കാരണം എന്താണ്? അവിടെ മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മലക്കുകൾ വഴിയാണ് അത് വിജയിച്ചത്. നിങ്ങൾ എറിഞ്ഞതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എറിഞ്ഞത് എന്നുള്ളതാണ്. അതായത് മലക്കുകൾ വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കണ്ണുകളെ കെട്ടിയിടുകയായിരുന്നു. അതായത് ശത്രുക്കളുടെ കണ്ണുകളെ കെട്ടിയിട്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പൊ നമ്മൾ ദുആ ചെയ്യും. പലപ്പോഴും നമ്മൾ ദുആ ചെയ്തിട്ട് പലതും നമുക്ക് നമ്മൾ നേടിയെടുക്കും അല്ലെ. നേടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുപാട് അഭിമാനം കൊള്ളും. ഇതിന്റെ കഴിവായിരുന്നു, ഞാനത് ചെയ്തത് കൊണ്ടാണ്, ഞാനത് അങ്ങനെ ആക്കിയത് കൊണ്ടാണ്, ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും അഭിമാനം കൊള്ളാറുണ്ട്. പക്ഷെ സുബ്ഹാനല്ലാഹ്, നമ്മുടെ പ്രാർത്ഥനയായിരുന്നു നമ്മളെ വിജയിപ്പിച്ചത് എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അത് അറിയുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്താവും? നമ്മൾ വിനയപ്പെട്ടവരാവും. പല ആളുകൾക്കും വിനയം നഷ്ടപ്പെടുന്നത് ഈ ഒരു സ്ഥലത്താണ്. അവർ വിനയത്തോട് കൂടി തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യും. എല്ലാം നേടിയെടുത്തെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാല്, എല്ലാം കിട്ടിക്കഴിഞ്ഞാല് അപ്പൊ അവർക്ക് തോന്നും, എന്താണ്, ഇതൊക്കെ എന്റെ കഴിവ് കൊണ്ടായിരുന്നു, എന്റെ കഴിവ് ഞാൻ അങ്ങനെ പ്രയോഗിച്ചത് കൊണ്ടാണ്, ഞാൻ ഇങ്ങനെ പ്രയോഗിച്ചത് കൊണ്ടാണ്. അല്ല, അള്ളാഹു ആണ് അവിടെ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു 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 ഇബ്ലീസിന്റെ വസ്വസും അതുപോലെ തന്നെ ശൈത്താനിയത്തുമാണത്. കാരണം അഹങ്കാരമാണ് ആ മനസ്സിൽ നിന്ന് വന്നത്. കാരണം എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ നേടിയെടുത്തത്, ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തത് കൊണ്ടാണ്, ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ്, എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് എന്നൊക്കെ നമുക്ക് തോന്നുകയാണ്. പക്ഷെ അതിന്റെ ഒക്കെ ഈ റിസൾട്ട് എവിടെ നിന്ന് വന്നതാണ്? നമ്മുടെ ദുആ കൊണ്ട് സംഭവിച്ചതാണത്. നമ്മുടെ ദുആ ചെയ്തു, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആക്ക് ഉത്തരം നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകൾ വഴി നമ്മളെ അനുഗ്രഹിച്ചു. നമ്മളെ തൃപ്തിപ്പെട്ട് സ്വീകരിച്ചു. പക്ഷെ ആ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുന്ന ആ എൻഡിങ്ങില് നമുക്ക് എന്ത് തോന്നും? നമ്മളാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളൊരു തോന്നൽ വരികയാണ് നമുക്ക്. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഇതാണ് നമ്മൾ അഹങ്കാരത്തേക്ക് എത്തിക്കുന്ന ഒരു സ്ഥലം. ഇത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ ജീവിതത്തിൽ വിജയിക്കുമ്പം പിന്നെ നമുക്ക് അങ്ങനെ ഒരു തോന്നല്
എവിടെ നിന്നോ വരും, എവിടെ നിന്നാണെന്നൊന്നും അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. എല്ലാവർക്കും അതിനെ തൊട്ട് ആ ഒരു ശൈത്താനിയത്തിൽ നിന്ന്, ആ ഒരു ഇബ്ലീസിന്റെ ഷെറിൽ നിന്ന്, ആ ഒരു അഹങ്കാരത്തിന്റെ മനസ്സിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവേ, ഞങ്ങളെ നീ വിനയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഒരിക്കലും അഹങ്കാരമോ അഹംഭാവമോ ഇബ്ലീസിന്റെ വസ്വസോ വരാതെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അള്ളാഹുവേ നീ കാത്തുരക്ഷിക്കണമേ. എപ്പോഴും വിനയപ്പെട്ട മനസ്സുകൾ എപ്പോഴും നൽകി അനുഗ്രഹിക്കണമേ. ഏതൊരു വിജയത്തിന്റെയും പിന്നിൽ അള്ളാഹുവേ നിന്റെ സംരക്ഷണം കൊണ്ടാണ്, നിന്റെ തീരുമാനം കൊണ്ടാണ്. നിങ്ങളിൽ നിന്ന് ഉണ്ടായ ഒരു കാരണമല്ല. എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നത് നീ മാത്രമാണ്. നിന്റെ മലക്കുകളെ കൊണ്ട് ഞങ്ങൾ സംരക്ഷിച്ചത് കൊണ്ടാണ് ഞങ്ങൾ വിജയിച്ചത്. പക്ഷെ ഞങ്ങളുള്ള ആ ഇബ്ലീസിന്റെ ആ പിശാചിന്റെ വസ്തുത കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും തരത്തിൽ അള്ളാഹുവെ എന്തെങ്കിലും അഹങ്കാരത്തിന്റെയോ അഹംഭാവത്തിന്റെയോ വാക്കുകളോ ചിന്തയോ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് തരണമേ. ഞങ്ങളെ വിനയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ പരീക്ഷണങ്ങൾ ഞങ്ങളെ നീ വിജയിപ്പിച്ചു തരണമേ. ആമീൻ ആമീൻ ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീം. ഇവിടെയാണ് നമ്മുടെയും വിജയം കിടക്കുന്നത്. ഇവിടെ മാത്രമാണ്. ഈ ഒരു സ്ഥലം, അവിടെ രക്ഷപ്പെട്ടവന് രക്ഷപ്പെട്ടു, അല്ലാത്തവന് എന്തായി? നാശത്തിലേക്ക് വീഴും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. ربي هب لي من الصالحين. ربي هب لي من الصالحين. ربي هب لي من الصالحين. ربي هب لي من لدنك ذرية طيبة إنك سميع دعاء. ربي هب لي من لدنك ذرية طيبة إنك سميع دعاء. ربي هب لي من لدنك ذرية طيبة إنك سميع دعاء. يا غني الله أغنني بفضلك من سواك. يا غني الله أغنني بفضلك من سواك. يا غني الله أغنني بفضلك من سواك. سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني واهدني وعافني. آمين يا رب العالمين. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. ربي أنزل منزل مبارك أنت خير المنزلين. يا فتاح الله افتح لي أبواب رحمتك. يا فتاح الله افتح لي أبواب رحمتك. يا فتاح الله افتح لي أبواب رحمتك. ربي إني لما أنزلت لي من خير فقير. ربي إني لما أنزلت لي من خير فقير. ربي إني لما أنزلت لي من خير فقير. ربنا آتنا من لدنك رحمة وهي لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري. آمين يا رب العالمين. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. آمين 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 برحمتك يا أرحم الراحمين. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് അറിയാതെയോ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. വിനയപ്പെട്ട നിന്റെ അത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. വിനയത്തോട് കൂടിയിട്ട് ഭൂമിയിൽ നടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമിനെ അള്ളാഹു, അഹങ്കാരത്തിന്റെ എന്തെങ്കിലും വചനമോ എന്തെങ്കിലും വാക്കുകളോ എന്തെങ്കിലും പ്രവൃത്തിയോ ഞങ്ങളിൽ നിന്ന് സംഭവിക്കൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ മനസ്സിന്റെ അള്ളാഹു അഹങ്കാരത്തിന്റെ സ്റ്റേറ്റിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും അള്ളാഹു വിനയപ്പെട്ടവരുടെ നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണം. യാ റഹ്മാൻ റഹീമിനെ അള്ളാഹു ഞങ്ങളുടെ എല്ലാ ജീവിത വിഭവങ്ങളിൽ അള്ളാഹു റഹ്മത്തും ബറക്കത്തും ഐശ്വര്യം നൽകി തരികയും അള്ളാഹു അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്കും നൽകി അനുഗ്രഹിക്കണം. യാ റഹ്മാൻ റഹീമിനെ അള്ളാഹു ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ നിന്ന് അള്ളാഹു നീ പാപമോചനം നൽകി അള്ളാഹു സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ ആലയിൽ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം. അള്ളാഹു ഞങ്ങൾ സന്തത പരമ്പരകളെ സ്വാലിഹ്യങ്ങളിലും ആരിഫീങ്ങളിലും ആഫിലീങ്ങളിലും ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹു ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണമേ. അവർക്ക് ഉന്നതമായ സ്ഥാനം നൽകുകയും അള്ളാഹു രക്ഷണക്ക് അള്ളാഹുവെ
ഉന്നതമായ അനുഗ്രഹം നൽകി അള്ളാഹു സ്വാലിഹീങ്ങളായ സന്തതി പരമ്പരകളെ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ, നിങ്ങൾ സഹോദരങ്ങളിൽ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങളെ നീ നീക്കി കൊടുക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ പാപമോചനം നൽകിയവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നവരെ സ്വാലിഹീങ്ങളെ ആരിഫീങ്ങളെ ആഹുലങ്ങൾ ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി കൊടുക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്തതി പരമ്പരകളിൽ അള്ളാഹു ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി ആയുസ്സിൽ ആരോഗ്യത്തിലായിക്കൊണ്ട് അള്ളാഹുവെ നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വാത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ, നിന്റെ കാരുണ്യം റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം കൊണ്ട് അള്ളാഹുവെ നിന്റെ തിരനോട്ടം ലഭിച്ച നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഇണകളെയും അള്ളാഹുവെ ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, അവരുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി കൊടുക്കണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ കുഫറിലായിരിക്കുന്നവർക്ക് അള്ളാഹുവെ നീ പുറത്തു മാപ്പ് കൊടുക്കുകയും അവർക്ക് നേരായ മാർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ അള്ളാഹുവെ, കുടുംബ ബന്ധങ്ങളിൽ അള്ളാഹുവെ തിന്മയിലായിരിക്കുന്നവരെ അവരുടെ നേരായ മാർഗത്തിലേക്ക് അവരെ നീ നയിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ, നിന്റെ കാരുണ്യന്റെ ധാര്യം കൊണ്ട് അള്ളാഹുവെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പ് നൽകുകയും അവർക്ക് സ്വർഗത്തിന്റെ ഉന്നതമായ ഭവനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹു, നിങ്ങളിൽ നിന്ന് മടങ്ങി വന്ന നിന്നിലേക്ക് മടങ്ങിയവർക്ക് അള്ളാഹു നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിത വിഭവങ്ങളിൽ അള്ളാഹുവെ ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടങ്ങളിൽ അള്ളാഹു നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. നിന്റെ മുന്നിലല്ലാതെ മറ്റാരുടെ മുന്നിൽ കൈനീട്ടാത്ത വിധ അള്ളാഹു ഞങ്ങളെ നീ എപ്പോഴും കൊടുക്കും കൈകളാക്കി അനുഗ്രഹിക്കണമേ. വാങ്ങും കൈകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ, യാതൊരു കടവും കൂടാതെ അള്ളാഹുവെ ജീവിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എപ്പോഴും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, അജ്ഞതയിൽ നിന്നും അള്ളാഹുവെ അറിവില്ലായ്മയിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ, എല്ലാ അഹങ്കാരത്തിൽ നിന്നും അഹംഭാവത്തിൽ നിന്നും അള്ളാഹു ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും അള്ളാഹു വിനയപ്പെട്ട നിന്റെ ഉത്തമരുടെ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും നാളെ സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ ആലയിൽ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമീൻ 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 برحمتك يا ارحم الراحمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربي انزل منزل مبارك انت خير المنزلين. آمين 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 برحمتك يا أرحم الراحمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.